ഓക്കെ, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി. ഇവിടെ വീണ്ടും ഒരു ഹയർ ലോ, ഹയർ ഹൈ കൺഫേം ആയി. ഇതൊക്കെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുള്ളതാണ്. കൺഫ്യൂഷൻ മാറ്റാൻ ഇവിടെ ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, വാലിഡ് ഹയർ ഹൈ ആയി, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി, വാലിഡ് ഹയർ ലോ. വീണ്ടും അടുത്ത കേസിൽ ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്. ഇൻഡ്യൂസ്മെൻ്റ് ഈ ഒരു മൂവ് എടുത്തു, ഹയർ ഹൈ കൺഫേം ആയി, ഹയർ ലോ. നെക്സ്റ്റ് ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്, അതെടുത്തു, ഹയർ ഹൈ കൺഫേം ആയി, ഹയർ ലോ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇൻഡ്യൂസ്മെൻ്റ്, ഒരു വാലിഡ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുള്ള വാലിഡ് ഹയർ ഹൈ കഴിഞ്ഞ് കിട്ടുന്ന ഹയർ ലോ. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുണ്ടാവണം. ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ഹയർ ഹൈ കൺഫേം ആയി, ഈ കൺഫേം ആയ ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി, ഇതിൻ്റെ താഴെ കിട്ടുന്ന ഹയർ ലോ. ഈ ഹയർ ലോ ബ്രേക്ക് ആവുമ്പോഴാണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുന്നത്. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇതൊന്ന് ജസ്റ്റ് ബ്രേക്ക് ആയെന്ന് വെച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആവുന്നില്ല. ഇത് കൺഫേം ആവണമെങ്കിൽ ഇതിപ്പോൾ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് താഴേക്ക് വന്നു തുടങ്ങി. ഇനി എന്താ നമ്മൾ നോക്കേണ്ടത്? ഹയർ ഹൈ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചാൽ പിന്നീട് അത് ഡൗൺ ട്രെൻഡ് ആവുമല്ലോ. ഡൗൺ ട്രെൻഡിൽ നമ്മൾ എന്താ മാർക്ക് ചെയ്യുക? ലോവർ ലോ, ലോവർ ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്യുക. മാർക്കറ്റ് ഇങ്ങനെ താഴേക്കാണ് വരിക. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ലോവർ ലോ, അത് കഴിഞ്ഞ് കിട്ടുന്ന ലോവസ്റ്റ് പോയിന്റ്. ഇതിന് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് ഇത് കൺഫേം ആവണം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോ ആദ്യം കൺഫേം ആവണം. കൺഫേം ആവണമെങ്കിൽ ഇതിൻ്റെ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കണം. ഈ ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് നമ്മളിപ്പോൾ ഡൗൺ ട്രെൻഡിൽ വരുന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിന് എങ്ങനെയാണ് ഇൻഡ്യൂസ്മെൻറ്റ് മാർക്ക് ചെയ്യുക? ഇങ്ങനെ മാർക്കറ്റ് വരുന്നു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ലോവർ ലോയുടെ ഇൻഡ്യൂസ്മെൻ്റ് എവിടെയാണ്? ഈ സൈഡിലായിരിക്കും. ഈ സൈഡിൽ ലാസ്റ്റ് പുൾ ബാക്ക് ആണ് ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവുന്ന ഒരു വാലിഡ് ലോവർ ലോ. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ലോവർ ലോ വാലിഡ് ആവുന്നു. അപ്പോൾ അതേപോലെ ഈ ലോ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞ് കിട്ടുന്ന ലോ ഇതുപോലെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് ഒരു വാലിഡ് ലോവർ ലോ ആവണം. വാലിഡ് ലോവർ ലോ ആയി കഴിയുമ്പോൾ ഇതെന്തായി? ഇത് വാലിഡ് ലോവർ ലോ ആയി. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് വാലിഡ് ലോവർ ലോ ആയി. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തരണം. ഇവിടെ ഒരു BOS കിട്ടി, താഴേക്ക് ഡൗൺ ട്രെൻഡിലേക്ക് ഒരു BOS കിട്ടുന്നു. ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടിക്കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു പോയിന്റ് ലോവർ ഹൈ ആവും. ലോവർ ഹൈ കൺഫേം ആയി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായി കിട്ടുന്ന ലോ, ഇതിൻ്റെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുണ്ടാവണം. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുണ്ടായ ലോവർ ലോ ഒരു വാലിഡ് ലോവർ ലോ ആവുക. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി. ലോവർ ഹൈ കിട്ടുമ്പോഴാണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആവുന്നുള്ളൂ. അതുവരെ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം അല്ല. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആവും. കുറച്ചുകൂടെ ക്ലിയർ ആയി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇതിനിപ്പോൾ കൺഫേം അല്ലാത്ത ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അൺകൺഫേംഡ് കോച്ച് എന്ന് വിളിക്കാം. അൺകൺഫേംഡ് ആണ്, ഇത് കൺഫേംഡ് അല്ല കോച്ച്. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇൻ കേസ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ കൺഫർമേഷൻ കിട്ടാതെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള ഓർഡർ ബ്ലോക്കിൽ നിന്ന് സെല്ല് പ്ലാൻ ചെയ്യും. ചേഞ്ച് ഓഫ് ക്യാരക്ടറായി, മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ചായി, നമുക്കിനി ഇവിടുന്ന് സെല്ല് ചെയ്യാം. ഇങ്ങനെ സെല്ല് ചെയ്യും. പക്ഷേ
മാർക്കറ്റ് ഒരു വാലിഡ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാത്ത പക്ഷം ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് എടുക്കാനാവും വരുന്നത്. ജസ്റ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് ഈ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും അപ് ട്രെൻഡിൽ തന്നെ പോകും. ഇങ്ങനെയുള്ള കേസ് മാർക്കറ്റിൽ കാണാം. ഞാനത് ലൈവ് ചാർട്ടിൽ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ മാത്രമാണ് ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേംഡ് അല്ല. ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വാലിഡ് അല്ല. ഇത് ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രമാണ്. മാർക്കറ്റ് ഇപ്പോഴും അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഹലോ, മ്യൂട്ട് മാറ്റിയിട്ടൊന്ന് പറയോ ക്ലിയർ അല്ലെങ്കിൽ? ക്ലിയർ ആണ്, ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമ്മൾ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം. ഇത് ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കോച്ചാണ്. ഇത് ഫേക്കാണ്. ഇത് ഒരു വാലിഡ് കോച്ചല്ല, വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ല. വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇത് എടുത്തോ, വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, വായിക്കാണേ. വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണമെങ്കിൽ എന്ത് വേണം? താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട്, ഇപ്പോൾ ഇത് ഇൻഡ്യൂസ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, ലോവർ ലോ കൺഫേം ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും കൂടെ കിട്ടണം. ലോവർ ലോ കൺഫേം ആയാൽ മാത്രം പോരാ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടണം. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി, ബോഡി വെച്ച് ബ്രേക്കായി, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കൺഫേം ആയി. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കൺഫേം ആവുമ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു പോയിന്റ് ലോവർ ഹൈ കൺഫേം ആവും. ലോവർ ഹൈ ഇങ്ങനെ ഒരു സ്ട്രക്ചർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സെല്ല് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ താഴേക്കുള്ള ഡൗൺ ട്രെൻഡ് കൺഫേം ആവുന്നുള്ളൂ. അപ്പോഴെന്തായി? ഈ ഒരു ലോ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് കൺഫേം ആയി, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി, ലോ ഹൈ കിട്ടി കഴിയുമ്പോൾ ഈ അൺകൺഫേംഡ് കോച്ച് കൺഫേംഡ് ആവുന്നു. ഇതൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അൺകൺഫേംഡ് കോച്ച് എന്ന് പറയുന്നത്. പഠിക്കുമ്പോൾ ഈ ഒരു രീതി പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പായിരിക്കും അത്. ഓക്കെ, ഇതും കൂടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്ക്. കൺഫേംഡ് കോച്ച്. എടുത്തോ? ഓക്കെ, ഇനി ഈ ഒരു സെഷനിൽ ഈ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാവോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ? ഡൗട്ട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ എനിക്കിപ്പോൾ പറഞ്ഞു തരാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഡൗട്ട് കൂടെ ചോദിച്ച് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ. ഹലോ, ചോദിച്ചോ. ആ ലോവർ ലോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ലോവർ ഹൈ ഉണ്ടാക്കിയപ്പോൾ ലോവർ ലോ ആയി അത്. അപ്പൊ അവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഇൻഡ്യൂസ്മെന്റ് എപ്പോഴും ഇൻഡ്യൂസ്മെന്റ്
എപ്പോഴും എപ്പോഴും ഇൻഡ്യൂസ്മെന്റ് അങ്ങനെ ഒരു ഇൻഡ്യൂസ്മെന്റോട് ഉണ്ടാവുമെന്ന് ചോദിച്ചതാണ്. ആ കിട്ടും. ഇൻഡ്യൂസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആവുന്നില്ല. ഇൻഡ്യൂസ്മെന്റ് എടുത്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടണം. എന്തായാലും ഓക്കെ ഒരു ഓക്കെ പുൾ ഇൻഡ്യൂസ്മെന്റ് എടുത്തതുകൊണ്ട് മാത്രം ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആവില്ല. ഇൻഡ്യൂസ്മെന്റ് എടുത്ത് ലോവർ ലോ കൺഫേം ആയി, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിക്കഴിയുമ്പോൾ ലോവർ ഹൈ കിട്ടും. ഈ 3 കാര്യവും കിട്ടണം. ലോവർ ലോ കിട്ടണം. ഓക്കെ ഇൻഡ്യൂസ്മെന്റും കിട്ടണം. ഇൻഡ്യൂസ്മെന്റും മാൻഡേറ്ററി. ഇൻഡ്യൂസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാലേ അത് ലോവർ ലോ ആവുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഇൻഡ്യൂസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അത് ലോവർ ലോ ആവുള്ളൂ. പിന്നെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടണം, ലോവർ ഹൈ കിട്ടണം. ഓക്കെ ഓക്കെ ഈ 3 എണ്ണം കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയാലേ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആവുള്ളൂ. ക്ലിയർ ആയി ക്ലിയർ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അത് ക്ലിയർ ചെയ്ത് പോവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഓക്കെ. ഇനി ഞാൻ ഈ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഫോറക്സ് പെയർ, എനിക്ക് ജലദോഷം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊന്ന് റിക്കവർ ആയതേ ഉള്ളൂ, അതുകൊണ്ടാണ് സൗണ്ട് ഇത്ര പ്രശ്നം. അത് കാര്യമാക്കണ്ട. ഓക്കെ, പുതിയൊരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഫോറക്സ് പെയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ കാര്യങ്ങൾ ചെയ്തു വരണം. അപ്പോഴാണ് നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം. ബൈ ആണോ, മാർക്കറ്റ് ബൈയിലേക്കാണോ പോകുന്നത്, ഇനി അത് സെല്ലിലേക്ക് ചേഞ്ച് ആയോ, ഇതൊക്കെ കൺഫേം ആവുന്നത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നോക്കി ക്ലിയർ ചെയ്ത് വരുമ്പോഴാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് മാപ്പിംഗ്. അത് അന്ന് കഴിഞ്ഞു. ഓക്കെ, അതിൻ്റെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഏരിയ ആണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇനി ഇത് തന്നെ ഒന്ന് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. അത് കൺഫ്യൂഷൻ വേണ്ട. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ ലോവർ ലോ കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുന്നു. ഇങ്ങനെ ഈ ഒരു ലോവർ ഹൈ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൺകൺഫേംഡ് കോച്ച് ആവുന്നു, കൺഫേം ആയിട്ടില്ല. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഹൈയുടെ ഇൻഡ്യൂസ്മെന്റ് നോക്കുക. അത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. ഈ ഹൈയുടെ ഇൻഡ്യൂസ്മെന്റ് ഈ സൈഡിൽ. മേ ബി ഇതൊരു പുൾ ബാക്ക് ആണ്. ഇതിനകത്ത് ഇതൊരു പുൾ ബാക്ക് ആണ്, ഇൻഡ്യൂസ്മെന്റ് ആണ്. ഇൻഡ്യൂസ്മെന്റ്, ഈ ഹൈയുടെ ഇൻഡ്യൂസ്മെന്റ് എടുക്കുന്നു. എടുത്തു കഴിയുമ്പോൾ എന്തായി? ഹൈ കൺഫേം ആയി. ഹൈ കൺഫേം ആയി. ഇപ്പോഴും കോച്ച് കൺഫേം അല്ല. കോച്ച് ഇപ്പോഴും അൺകൺഫേംഡ് ആയി നിൽക്കുകയാണ്. ഇനി എന്ത് വേണം? നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടണം. ഈ ഒരു മൂവ് തിരിച്ച് മുകളിലേക്ക് വന്ന് ഇവിടെ ഒരു BOS വന്നു. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി കഴിയുമ്പോൾ ഈ ലോവസ്റ്റ് എന്താവും? ലോവസ്റ്റ് പോയിന്റ് ഹയർ ലോ ആവും. കിട്ടിയല്ലോ, ഒരു സ്ട്രക്ചർ ഫുൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്തായി? കൺഫേം ആയി. ഇപ്പോഴാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആവുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു എക്സ്ട്രീം OBന്നോ ഒരു ബൈ എൻട്രി പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് ഇങ്ങനെ പോകുന്ന ഒരു
ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടി. ഇത് ബ്രേക്ക് ചെയ്ത് ഇത്രയും തന്നിട്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവാം. പക്ഷെ അതിന് സാധ്യത കുറവായിരിക്കും. ഓക്കെ. അപ്പ് ട്രെൻഡിലാവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതുകൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. ഇനി കൺഫ്യൂഷൻ ഉണ്ടോ? ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് ഷിഫ്റ്റ് ആവുന്നതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതിലേക്ക് പോയാൽ തിരിച്ചിങ്ങോട്ടേക്ക് ഡൗട്ട് ചോദിക്കരുതേ. അതുകൊണ്ടാണ്. ഇനി ഇപ്പോൾ ആഡായ കുറച്ച് പേരുണ്ട്. അവരൊന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഓക്കെ. ഇനി ഇത് നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ. ഒത്തിരി പേർക്ക് അറിയായിരിക്കും എന്താണ് പ്രീമിയം, എന്താണ് ഡിസ്കൗണ്ട് സോൺ എന്നൊക്കെ. അത് മാർക്കറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. റാൻഡം ആയിട്ട് ഒരു ലോയിൽ നിന്ന് ഒരു ഹൈയിലേക്ക് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ മാർക്ക് ചെയ്യാൻ പാടില്ല. അത് മാർക്ക് ചെയ്യേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. അതിലാണ് ഇപ്പോൾ ക്ലാരിറ്റി തരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട് ഉണ്ട് അപ്പോൾ ചോദിക്കാം. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് ഉള്ളത്. ഹയർ ലോ, ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഹയർ ഹൈ എപ്പോഴാണ് കൺഫേം ചെയ്യുന്നത്? ഇൻഡ്യൂസ്മെന്റ് കിട്ടുമ്പോൾ. ഇൻഡ്യൂസ്മെന്റ് കിട്ടാത്ത പക്ഷം അത് ഹൈ വാലിഡ് ഹൈ ആയിരിക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ കേസിൽ ഇവിടെയൊക്കെ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇൻഡ്യൂസ്മെന്റ് ആണെന്ന് വിചാരിക്കും. ഞാൻ ആ ഒരു പുൾ ബാക്ക് എല്ലാത്തിലും വരയ്ക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ. മുൻപത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവും ഇൻഡ്യൂസ്മെന്റ് എന്താണെന്ന്. ഇത് ഇൻഡ്യൂസ്മെന്റ് ആണ്. ഹൈ കൺഫേം ആയി, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കൺഫേം ആയി, ഹയർ ലോ കൺഫേം ആയി. ഇതൊരു സ്ട്രക്ചറാണിത്. ഒരു ഹൈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, ഹയർ ലോ. ഇതിനകത്തു നിന്നാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഓരോ സെഷൻസ് ആണ്. ഒരു സ്ട്രക്ചർ ഇത് ഹൈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, ഹയർ ലോ. ഇത് നെക്സ്റ്റ് ഹൈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, ഹയർ ലോ. ഇതിൻ്റെ ഇൻഡ്യൂസ്മെന്റ് എടുത്തു, ഇതിൻ്റെ എടുത്തു. ഇതും വാലിഡ് ഹൈ ആണ്. മേ ബി ഇൻ കേസ് ഈ ഒരു മൂവിന് ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടില്ല. ഇതിൻ്റെ ഇൻഡ്യൂസ്മെന്റ് ഇവിടെയാണുള്ളത്. ഈ ഇൻഡ്യൂസ്മെന്റ് എടുക്കാതെ മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോയി. ഈ ഒരു കേസിൽ ഇത് വാലിഡ് അല്ല. ഇൻഡ്യൂസ്മെന്റ് എടുത്താൽ മാത്രമേ ഈ ഒരു സ്ട്രക്ചർ വാലിഡ് ആവുള്ളൂ. ഇൻഡ്യൂസ്മെന്റ് എടുക്കുമ്പോഴാണ് ഹൈ കൺഫേം ആവുന്നത്. ഈ ഒരു മൂവിൽ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടില്ല. സോ വാലിഡ് ഹൈ അല്ല. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഇതിനെ ഒരു ഹൈ എന്ന് പറയാം. ജസ്റ്റ് ഒരു ഹൈ വാലിഡ് ഹൈ അല്ല. ഇൻഡ്യൂസ്മെന്റ് എടുക്കാത്തത് കൊണ്ട് ഇത് ജസ്റ്റ് ഒരു ഹൈ ആണ്. ഇത് ഉണ്ടാക്കുന്ന ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും ഒരു വാലിഡ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആവുന്നില്ല. ഇൻഡ്യൂസ്മെന്റ് എടുത്താൽ മാത്രമേ വാലിഡ് ഹൈ ആവുള്ളൂ, വാലിഡ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആവുള്ളൂ, വാലിഡ് ഹയർ ലോയും ആവുള്ളൂ. ഓക്കെ. ഇൻഡ്യൂസ്മെന്റ് എടുത്തില്ല. ഈ ഒരു മൂവിൽ ഇൻഡ്യൂസ്മെന്റ് എടുക്കാത്തത് കൊണ്ട് ഇത് ജസ്റ്റ് ഒരു ഹൈ എന്ന് വിളിക്കുക. ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിനെ ഞാൻ ജസ്റ്റ് മൈന്യൂട്ട് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എന്ന് വിളിക്കുക. എം വെച്ച് മാർക്ക് ചെയ്യുന്നു. ഇതൊരു ജസ്റ്റ് ഒരു മൈന്യൂട്ട് ആയിട്ട് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറാണ്, വാലിഡ് അല്ല. ഓക്കെ. ഇനി ഈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കഴിഞ്ഞ് കിട്ടുന്ന ലോ ജസ്റ്റ് ഒരു ലോ എന്ന് മാർക്ക് ചെയ്യുക. വാലിഡ് ഹയർ ലോ അല്ല. നെക്സ്റ്റ് ഹൈ ഇതാണ്. ഓക്കെ. ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി. നെക്സ്റ്റ് ഹൈ ഇതാണ്. ഇതിൻ്റെ ഇൻഡ്യൂസ്മെന്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ ഇൻഡ്യൂസ്മെന്റ് എടുത്തു.
ഇത് വാലിഡ് ഹയർ ഹൈ ആയി. ഇൻഡ്യൂസ്മെൻ്റ് എടുത്തപ്പോൾ വാലിഡ് ഹയർ ഹൈ ആയി. ഇതിൻ്റെ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കാത്തത് കാരണം ഇത് ജസ്റ്റ് ഒരു ഹൈ മാത്രമാണ്, വാലിഡ് അല്ല. ഇത് വാലിഡ് ആയി. ഇത് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തു, വാലിഡ് ഹയർ ഹൈ ആയി. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തി നിൽക്കുക. നമ്മൾക്കിനി എവിടുന്നാ നമ്മൾ സോണ് മാർക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമ്മൾക്ക് ഓർഡർ ബ്ലോക്ക്, നമ്മൾ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, ഒരു സെക്കൻഡ്. ഓക്കെ, അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ബൈ എൻട്രീസ് ആണ് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടെ നിന്നാണ് ഒരു ബൈ ഓർഡർ ബ്ലോക്ക്, ഒരു ഡിമാൻഡ് സോൺ, ബൈ ചെയ്യുന്ന ഓർഡർ ബ്ലോക്ക്, ആ ഒരു ഏരിയ ഡിമാൻഡ് സോൺ എന്നാണ് വിളിക്കുക. ഒരു വാലിഡ് ഡിമാൻഡ് സോൺ എവിടെയായിരിക്കും? എവിടെ നിന്നാണ് ഒരു ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യുക? ഇവിടുന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്, ഇതായിരിക്കോ വാലിഡ്? ഇതായിരിക്കോ? അതിൽ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ എന്നുള്ളൊരു ഓപ്ഷൻ. ഇവിടെ നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബൈ സൈഡ് ഡിമാൻഡ് സോണ് മാർക്ക് ചെയ്യുക. അതിന് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് ഓപ്ഷൻ എടുക്കുകയാണ്. ഇത് മൂന്നാമത്തതിൽ ഇവിടെ കാണാം, ഫിബ് റീട്രേസ്മെൻറ്റ്. ഇതാണ് ആ ടൂൾ. ഫിബൊനാച്ചി ടൂൾ എന്ന് വിളിക്കും, ഫിബ് ടൂൾ എന്ന് വിളിക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ഈ താഴെ കാണുന്ന ഏരിയ ആണ് ഡിസ്കൗണ്ട് സോൺ, ഡി എന്ന് ഇടാം. ഈ താഴെയുള്ള ഏരിയ ആണ് ഡിസ്കൗണ്ട് സോൺ. ഈ 50% താഴെ, ഇതിന് മുകളിലുള്ള ഭാഗമാണ് പ്രീമിയം സോൺ. ഓക്കെ, ഈ ടൂള് വരയ്ക്കുകയാണ്. ഈ ടൂളിൽ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഉള്ള ഇടത്തുനിന്ന് ബൈ ചെയ്യും. ഇപ്പോൾ ഒരു TV വാങ്ങുകയാണെന്ന് വിചാരിക്കുക. TV നമ്മൾ എവിടുന്നാണ് വാങ്ങിക്കുക? ഡിസ്കൗണ്ട് ഉള്ള ഇടത്തുനിന്ന് വാങ്ങിക്കും. ബൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഡിസ്കൗണ്ട് ഏരിയ നോക്കി ബൈ ചെയ്യും, നമ്മുടെ ലാഭത്തിന് വേണ്ടി. ഓക്കെ, ഇപ്പോൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പ്രീമിയം ലെവലിൽ സെല്ല് ചെയ്യും. ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്, നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രീമിയം ഏരിയയിൽ വരുന്ന ഓർഡർ ബ്ലോക്ക് മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുള്ളൂ. ബൈ ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിൽ വരുന്ന ഓർഡർ ബ്ലോക്ക് മാത്രമേ നമ്മൾ ബൈ ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇനി അത് എവിടെ വരക്കേണ്ടത് നോക്കാം. ഇതിൽ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ഹയർ ഹൈ കൺഫേം ആയി, ഹയർ ലോ കൺഫേം ആയി. ഇത് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടില്ല, ഇത് ജസ്റ്റ് ഒരു ഹൈ ആണ്, ഇത് ലോ ആണ്. ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ഹയർ ഹൈ ആണ്. നമ്മൾ ഇവിടുന്ന് എവിടെ വരയ്ക്കും? പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കും. ടൂൾ എടുത്തിട്ട് വാലിഡായ ഹയർ ലോ, ഇതാണ് നമ്മുടെ വാലിഡ് ഹയർ ലോ. ഈ ഒരു കേസിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുകയാണെങ്കിൽ ഈ ഹയർ ലോ ബ്രേക്ക് ആവുന്ന സമയം മാത്രമേ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുള്ളൂ. ഇതിനിപ്പോൾ ഞാൻ പ്രൊട്ടക്റ്റഡ് ലോ എന്ന് വിളിക്കും, പ്രൊട്ടക്റ്റഡ് ലോ എന്ന് പറയാം. ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് അങ്ങനെ പറയുന്നത്. പ്രൊട്ടക്റ്റഡ് ആണ്, ഈ ഒരു ഏരിയ പ്രൊട്ടക്റ്റഡ് ആണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കണമെങ്കിൽ വാലിഡ് ആയിട്ട് ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത ഒരു ഹയർ ലോ തന്നെ, ഹയർ ഹൈ കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കഴിഞ്ഞ് കിട്ടിയ ഹയർ ലോ വേണം ബ്രേക്ക് ആവാൻ. ഈ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കാത്ത ജസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ ലോ എന്നുള്ള ഈ സ്ട്രക്ചർ ബ്രേക്ക് ആയതുകൊണ്ട് ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവില്ല. ഇങ്ങനെ മാർക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകും. എപ്പോഴാണ് ഒരു വാലിഡ് ഹയർ ലോ ബ്രേക്ക് ആവുന്നത്, അപ്പോൾ മാത്രമാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ കാര്യത്തിൽ, ഈ പറഞ്ഞു തന്ന കാര്യത്തിൽ? മാം, അതിന് മുകളിൽ എന്ത് ക്യാരക്ടർ വരാൻ ചാൻസ് ഉണ്ട്? മുകളിൽ ഇതാണോ? അതായത് പ്രൊട്ടക്റ്റഡിന് മുകളിൽ ചേഞ്ച് ക്യാരക്ടർ വരാൻ ചാൻസ് ഉണ്ട്? ഇല്ല. എപ്പോഴാ പ്രൊട്ടക്റ്റഡ് ലോ എപ്പോഴാ ആവുന്നത്? ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് കിട്ടി വാലിഡ് ആയിട്ടുള്ള ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടാവുന്ന വാലിഡ് ആയ ഹയർ ലോ.
ഇൻഡ്യൂസ്മെന്റിന് അത്രയും പ്രാധാന്യമുണ്ട്. ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മൂവ് വാലിഡ് ആവുന്നുള്ളൂ. ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് കിട്ടുന്ന ഹയർ ലോ ആണ് പ്രൊട്ടക്റ്റഡ് ലോ. ഈ ഒരു മൂവ് ഇൻഡ്യൂസ്മെന്റ് ഇതിന്റെ എടുത്തിട്ടില്ല. ഓക്കെ, ഇൻഡ്യൂസ്മെന്റ് എടുക്കാതെ പോയ ഒരു മാർക്കറ്റ് ഈ ഒരു മൂവ് വാലിഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ ഒരു വാലിഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുന്നില്ല. ഇത് ബ്രേക്ക് ആവുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കില്ല. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവണമെങ്കിൽ ഈ ലോ ബ്രേക്ക് ആവണം, വാലിഡ് ഹയർ ലോ ബ്രേക്ക് ആവണം. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നു. നേരെ മുകളില് ഒരു ഇൻഡ്യൂസ്മെന്റ് ഇല്ല, അതിന്റെ ഇതാവുമ്പോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവില്ല. എങ്ങനെ? ഇതോ? അതിപ്പോ ആരെ കാണിച്ച അത് കട്ട് ചെയ്യുമ്പോ താഴോട്ട് വരുമ്പോ ആ ഇതാണോ? ലോനെ കട്ട് ചെയ്യും. അതാ പറഞ്ഞ, ഇതിന്റെ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടില്ല. ഈ ഒരു മൂവിന്റെ ഇൻഡ്യൂസ്മെന്റ് ഇപ്പൊ ഒരു പുൾ ബാക്ക് ആണെങ്കിൽ അത് ഇവിടെയാ ഉള്ളതെന്ന് വിചാരിക്കേ. ഞാനത് ചാർട്ടിൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുമായിരിക്കും. പക്ഷെ അല്ല, മുകളില് വേറെ ഒരു വാലിഡ് ഹൈ ഇല്ലേ? ആ വാലിഡ് ഹൈന്റെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഇല്ലേ? അപ്പൊ അതിന്റെ ലോവർ ലോ കട്ട് ചെയ്യുമ്പോ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവില്ല. ഇതാണോ? ഇത് ഇല്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇത് ബ്രേക്ക് ആവുമ്പോൾ മാത്രമേ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു 4 അവറിലെ മാർക്കിംഗ് ആണെന്ന് വിചാരിക്കുക. ഇത് 4 അവറിലെ മാർക്കിംഗ് ആണ്. 4 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണമെങ്കിൽ ഈ ലോ ബ്രേക്ക് ആവണം. ചിലപ്പോൾ ഒരു 1 അവറിലോ 15 മിനിറ്റിലോ മാപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരിക്കും ആ ടൈം ഫ്രെയിമിൽ. പക്ഷെ നമ്മൾ മാപ്പിംഗ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചർ ഏതിലാണോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ പ്രസന്റ്ലി ഇപ്പോൾ ഞാൻ 4 അവറിലാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. 4 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കണമെങ്കിൽ ഇതാണ് പ്രൊട്ടക്റ്റഡ് ലോ. ഇത് ബ്രേക്ക് ആവണം. മനസ്സിലായോ? ഹലോ ലോ എങ്ങനെയാണ് ആയതെന്ന് പറയുമോ? ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട്. ഏതാണ് ഈ പ്രൊട്ടക്റ്റഡ് ലോ എങ്ങനെയായെന്നാണോ? അതെ. ഇത് ഇൻഡ്യൂസ്മെന്റ് എടുത്ത മാപ്പിങ്ങിന്റെ വീഡിയോ കണ്ടായിരുന്നോ? അത് ക്ലിയർ അല്ലേ? ജസ്റ്റ് കണ്ടിരുന്നു. അതിൽ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് കിട്ടുന്ന ഹയർ ഹൈയെ പറ്റി, ഇൻഡ്യൂസ്മെന്റ് എടുക്കുന്ന മാപ്പിങ്ങിനെ പറ്റിയിട്ടാണ് ആ വീഡിയോ ഉള്ളത്. അതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻഡ്യൂസ്മെന്റ് എങ്ങനെയാണ്, എന്താണ് ഇൻഡ്യൂസ്മെന്റ്. ഇൻഡ്യൂസ്മെന്റ് കിട്ടിക്കഴിയുമ്പോഴാണ് അവിടെ ഹയർ ഹൈ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് കിട്ടുന്ന ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, പിന്നെ അതിന്റെ ലോവസ്റ്റ് പോയിന്റ് ഹയർ ലോ ആവുന്നു. ഇൻഡ്യൂസ്മെന്റ് എടുക്കാത്ത മൂവ്മെന്റ് ആണ് ഇത്. ഇതിന്റെ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടില്ല. മേ ബി ഈ കേസിൽ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു വാലിഡ് ഹയർ ഹൈ ആവുന്നില്ല. ഇൻഡ്യൂസ്മെന്റ് എടുത്താൽ മാത്രമാണ് ഹയർ ഹൈ കൺഫേം ആവുന്നത്. ഹയർ ഹൈ കൺഫേം ആയാലാണ് ഈ ഹയർ ലോ കൺഫേം ആവുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇതിന്റെ ഇൻഡ്യൂസ്മെന്റ് എടുത്തു, ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ഇവിടെയാണ്, അത് ഈ ലോ എടുത്തു, ഇങ്ങനെ എടുത്തിട്ട് ഇതൊരു വാലിഡ് ഹയർ ഹൈ ആവുകയാണ്. ഇത് വാലിഡ് ആണ്, ഇതും വാലിഡായി, ഈ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും വാലിഡായി. ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് ലോ ഇതാണ്. ഇത് ബ്രേക്ക് ആവുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കും, അൺകൺഫേംഡ് കോച്ച് സംഭവിക്കും. പിന്നെ അത് കൺഫേം ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലോവർ ലോ, ലോവർ ഹൈ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടണം. ഇപ്പോൾ മനസ്സിലായോ? ഏകദേശം. പെട്ടെന്ന് മനസ്സിലാവില്ല, അത് കണ്ടുകൊണ്ടേ. ഫോൺ സൈസ്. ഹലോ. ഹലോ. പ്രൊട്ടക്റ്റഡ് ലോനെ ക്യാൻഡിൽ വെച്ച് ക്ലോസ് ചെയ്യണ്ടേ?
ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണമെങ്കിൽ ക്യാൻഡിൽ വെച്ച് ഇതിപ്പോൾ ഒരു സ്വീപ്പ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഈ ഒരു ലോ ബ്രേക്ക് ആയിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുക, ബോഡി വെച്ച് ബ്രേക്കായി, അപ്പോഴും കൺഫേം ആവുന്നില്ല. കൺഫേം ആവണമെങ്കിൽ ഈ ലോവർ ലോ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ലോവർ ലോ കിട്ടി ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കഴിഞ്ഞ് സ്ട്രക്ചർ ഇങ്ങനെ താഴേക്ക് വരണം. അത് വിക്ക് വെച്ചാണെങ്കിലും ബോഡി വെച്ചാണെങ്കിലും കൺഫേം ആവണമെങ്കിൽ സ്ട്രക്ചർ താഴേക്ക് കണ്ടിന്യൂ ആവണം. ഓക്കെ ഓക്കെ. ഇനി പ്രീമിയം ഡിസ്കൗണ്ട് സോൺ. ഇനി പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ലോവർ ഹൈ, ഇതാണ് വാലിഡ് ലോവർ ഹൈ. ഈ വാലിഡ് ലോവർ ഹൈന്ന് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടുള്ള വാലിഡ് ഹയർ ഹൈ, ഈ ഹയർ ഹൈയിലേക്ക് വേണം പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കാൻ. ഈ ഇൻഡ്യൂസ്മെൻ്റ് എടുക്കാത്തത് ഇൻവാലിഡ് ആണ്, അത് കൺസിഡർ ചെയ്യരുത്. ഏതാണ് വാലിഡ് ആയിട്ടുള്ള ഹയർ ലോ, ആ വാലിഡ് ഹയർ ലോയിൽ നിന്ന് ഹയർ ഹൈ വരയ്ക്കുകയാണ് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കുക. എന്നിട്ട് പ്രീമിയം സോൺ ഈ ഗ്രീനാണ് പ്രീമിയം സോൺ, ഈ 50% താഴെ ബൈ ചെയ്യുമ്പോൾ ഇതിന് താഴെയുള്ള ഓർഡർ ബ്ലോക്കുകൾ മാത്രം ബൈ ചെയ്യുക. മേ ബി ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവാം, ഇവിടെ ഉണ്ടാവാം, ഇവിടെ ഉണ്ടാവാം. ഇത് രണ്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിന് മുകളിൽ ആണെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കാം, അത് എടുക്കാതിരിക്കാം. മാർക്കറ്റ് ചിലപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്ത് പോകാനും മതി, അതിനും സാധ്യതയുണ്ട്. പക്ഷേ മിക്കവാറും അത് താഴേക്ക് വരും. 50% താഴെ വന്ന് ഈ ഓർഡർ ബ്ലോക്കോ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നോ ആയിരിക്കും മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോവുക. ഓക്കെ, പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വാലിഡ് ആയിട്ടുള്ള ഹയർ ലോയിൽ നിന്നും ഹയർ ഹൈയിലേക്കാണ് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കേണ്ടത്. ഇൻഡ്യൂസ്മെൻ്റ് എടുക്കാത്ത വാലിഡ് അല്ലാത്ത ഒരു സ്ട്രക്ചറിൽ നിന്ന് ഒരിക്കലും ഇതുപോലെ ഇവിടെ നിന്ന് ഇവിടേക്ക് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കരുത്. ഇതിനകത്തുള്ള ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യും. ഇവിടെയുള്ള ഓർഡർ ബ്ലോക്ക് കാര്യമാക്കില്ല. പക്ഷേ മാർക്കറ്റ് ചിലപ്പോൾ ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തന്നേക്കാം, ഒരു ഇത്ര വരെ പുൾ ബാക്ക് വരാം. പക്ഷെ മിക്കവാറും അത് താഴെയുള്ള ഓർഡർ ബ്ലോക്ക് വരെ വന്നിട്ടേ പോവുള്ളൂ. ക്ലിയർ ആണോ? ഹലോ ആ ഹലോ, നമ്മളിപ്പോ ഒരു 4 hourൽ സ്ട്രക്ചർ മാപ്പ് ചെയ്തു. ഇപ്പോ അതിൽ ഓർഡർ ബ്ലോക്ക് ആ 4 hourൽ ഐഡന്റിഫൈ ചെയ്തിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ മതിയല്ലേ? അത് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ മാർക്ക് ചെയ്യുന്നത് 4 hours വരുന്നത്. 4 hourൽ തന്നെയാണ് മിക്കവാറും. ഹയർ ടൈം ഫ്രെയിമിലുള്ള ഓർഡർ ബ്ലോക്കുകളാണ് എപ്പോഴും കൂടുതൽ വാലിഡ് ആവുക. എന്നിട്ട് അതിനെ ലോവർ ടൈം ഫ്രെയിമിൽ റിഫൈൻ ചെയ്യണം. അതൊക്കെ പോകെ അടുത്ത സെഷനിൽ പറയാം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെല്ലെ മെല്ലെ പഠിക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടെ ഒന്നിച്ചു പറഞ്ഞാൽ പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നിങ്ങൾക്ക് ചാർട്ടിൽ പോകുമ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അന്നത്തെ മാപ്പിംഗ് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോഴും മാപ്പിങ്ങിൽ കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ മാറിയിട്ടില്ല. അന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാപ്പിങ്ങിൻ്റെ ഡൗട്ട് തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ അതാവില്ല. കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ചാർട്ടിലേക്ക് ഇറങ്ങി ഞാനിപ്പോൾ ഈ വരച്ച് തരുമ്പോഴും നിങ്ങൾക്കിത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷേ ഒരു ചാർട്ടിൽ പോകുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഓക്കെ, എനിക്കൊരു ഡൗട്ട്. ആ ഇത് നമ്മളിപ്പം 4 hours മാപ്പ് ചെയ്യണേ. ആ അപ്പൊ നമ്മളിപ്പം മാപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഒക്കെ നമുക്ക് കിട്ടും. അടുത്ത് വന്നിട്ട് നമ്മള് വീണ്ടും 15 minutes നമ്മൾ മാപ്പ് ചെയ്യണോ, ഇല്ല നമുക്ക് ഏതെങ്കിലും ഒരു ചാർട്ട് മാപ്പ് ചെയ്താൽ മതിയാ, ഒരു ടൈം ഫ്രെയിം? ഒരു ഒരു പെയർ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് മെയിൻ ബയാസ് മനസ്സിലാവണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാപ്പ് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ 1 hourലും മാർക്ക് ചെയ്യാം, 15 minutesലും മാർക്ക് ചെയ്യാം. അതിൻ്റെ താഴേക്ക് മാപ്പിംഗ് ചെയ്താൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും.
15 മിനിറ്റിൽ വരെ മാപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ആദ്യം പഠിക്കുന്ന ഒരാൾ പെട്ടെന്ന് 15 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്തായാലും 4 അവറിൽ ഒരു മാർക്കിംഗ് വേണം, അല്ലെങ്കിൽ 1 അവറിൽ. ശരി ശരി ശരി. നമ്മൾ അപ്പം കൂടിയ ടൈം ഫ്രെയിമിലാണ് മാർക്ക് ചെയ്യാനുള്ളത്. അറ്റ് ഹയർ ടൈം ഫ്രെയിമിലാണ് മാപ്പിംഗ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ടത്. പിന്നെ ലോവർ ടൈം ഫ്രെയിമിലും ചെയ്യണം. നിങ്ങൾ ഇൻട്രാഡേ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ എന്തായാലും മാപ്പ് ചെയ്യണം. ശരി ശരി. ഞാൻ ഇപ്പൊ ഇത്രയും മാപ്പ് ചെയ്തുകൊണ്ടിരുന്നു, 4 അവേഴ്സിൽ മാപ്പ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും 1 അവേഴ്സിൽ അതിന്റെ അകത്ത് തന്നെ പോയി വീണ്ടും മാപ്പ് ചെയ്ത്, വീണ്ടും 15 മിനിറ്റ്സിന്റെ അകത്ത് പോയി വീണ്ടും മാപ്പ് ചെയ്ത്. അപ്പം കൺഫ്യൂഷൻസ് ഉണ്ടായി. ഇത് ഏതിലാണ് വന്ന് അത് ആ കൺഫ്യൂഷൻ മാറണമെങ്കിൽ കുറച്ച് അധിക കാലം ചാർട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കൺഫ്യൂഷൻസ് കുറയും. ആദ്യം തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. 4 അവറിൽ മെയിൻ ഹയർ ടൈം ഫ്രെയിമിൽ മെയിനായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ പഠിക്കുക. കാരണം മാനിപ്പുലേഷൻ കുറവായിരിക്കും ഹയർ ടൈം ഫ്രെയിമിൽ. ലോവർ ടൈം ഫ്രെയിം പോകും തോറും കുറേ പഠിക്കുന്ന ഒരാൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ശരി ശരി ശരി. 1 അവറിൽ സാറിന്റെ മാപ്പിംഗ് 1 അവറിലല്ലേ സാർ പറയാറ്, ഓർഡർ ബ്ലോക്ക് മാർക്കിംഗ് ഒക്കെ 1 അവറിലും ചെയ്യാം, 4 അവറിലും ചെയ്യാം. ശരി ശരി. മാം ഇപ്പൊ പറഞ്ഞ ഡിസ്കൗണ്ട് ആൻഡ് വെന്യൂ സോണില് അത് ഒന്നുകൂടെ ഒന്ന് സിമ്പിളായി പറയാമോ? ഓക്കെ, അത് എവിടുന്ന് എവിടെ വരയ്ക്കുക എന്നുള്ളതല്ലേ. ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടുള്ള ഓർഡർ ബ്ലോക്ക് വരില്ലേ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞു. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് സോൺ എവിടെ നിന്ന് എവിടെ വരെ വരയ്ക്കുന്നു എന്നുള്ളതിലാണ് മെയിനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇപ്പോൾ ബൈ ചെയ്യുകയാണെങ്കിൽ അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് നമ്മൾ നോർമലായിട്ട് ഇതുപോലെ ഇതൊക്കെ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടുള്ള വാലിഡ് ഹയർ ഹൈസ് തന്നെയാണ് എങ്കിൽ ഇതൊക്കെ ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടുള്ള വാലിഡ് ഹയർ ഹൈ ഹയർ ലോ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ എത്തി ഇതിൻ്റെ ഇൻഡ്യൂസ്മെന്റ് ഇവിടെയാണ്, മാർക്കറ്റ് ഇൻഡ്യൂസ്മെന്റ് എടുത്തു, ഹയർ ഹൈ കൺഫേം ആയി. ഈ കേസിൽ നമ്മൾ ഇനി ബൈ എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. പ്രീമിയം ഡിസ്കൗണ്ട് സോൺ ഓർഡർ ഓപ്ഷൻ എടുക്കുക, ഈ വാലിഡ് ഹയർ ലോ ബ്രേക്ക് ആകുമ്പോഴാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുക. വാലിഡ് ആയിട്ടുള്ള ഇൻഡ്യൂസ്മെന്റ് എടുത്ത വാലിഡ് ഹയർ ഹൈ, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വാലിഡ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, അതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ഈ ഒരു പോയിന്റാണ് പ്രൊട്ടക്റ്റഡ് ലോ ആവുക. ഇത് ബ്രേക്ക് ചെയ്യുന്ന പക്ഷം ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കും. നമ്മൾ ഇവിടെ നിന്ന് ഈ ലോയിൽ നിന്ന് ഇൻഡ്യൂസ്മെന്റ് എടുത്ത് കൺഫേം ആയ ഈ ഹൈയിലേക്ക് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കും. ഈ ഒരു ടൂള് ഇവിടുന്ന് ഇവിടെ വരയ്ക്കും. എന്നിട്ട് ഈ 50% താഴെയുള്ളിടത്തുനിന്ന് മാത്രം ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ എക്സ്ട്രീം ഒബി ഈ പ്രൊട്ടക്റ്റഡ് ലോയുടെ ഏറ്റവും ലാസ്റ്റ് ഇതിനടുത്ത് നിൽക്കുന്നതായിരിക്കും എക്സ്ട്രീം ഒബി. ഇതിൻ്റെ മുകളിലും കാണാം. ഇവിടേക്ക് ഇങ്ങനെ 2-3 ഓർഡർ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. അത് ഈ ഡിസ്കൗണ്ട് സോണിലാണെങ്കിലാണ് കൂടുതൽ വാലിഡ്. നമുക്കിപ്പോൾ ഇവിടുന്നൊരു ബൈ പ്ലാൻ ചെയ്താൽ ഇവിടെ വരയ്ക്കും, നമുക്ക് കിട്ടുന്ന റിവാർഡ് കൂടും. അതാണ് ഇതിന്. അല്ല മാം, അവിടെ 2 ഓർഡർ ബ്ലോക്ക് വരുന്നില്ല, അത് താഴത്തെ ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്ട് ചെയ്യാം, ചെയ്യാണ്ടും ഇരിക്കാം. നമ്മൾ അതിനാണ് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ മാത്രം നോക്കി ട്രേഡ് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഓർഡർ ബ്ലോക്ക് എത്തിയില്ലല്ലോ. അത് വരച്ച പ്രീമിയം ഡിസ്കൗണ്ട് ഇപ്പൊ 4 അവറിൽ വരച്ചല്ലേ, എനിക്ക് നമ്മൾ 1 അവറിലാണ് 30 മിനിറ്റ് ലോങ് ടൈമിൽ പോകുന്ന സമയത്ത് ഇതിൽ മാറ്റില്ല. ഈ ഒരു സോൺ നമ്മൾ വരച്ച സോണിൽ നമ്മൾ ഏതിലാണ് മാപ്പിംഗ് ചെയ്യുന്നത് അതിലാണ് ഇത് വരയ്ക്കുക.
മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ആ ഒരു ടൈം ഫ്രെയിമിൽ ഹയർ ലോ ഒക്കെ ഏതാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ 1 അവറിൽ വരയ്ക്കണമെങ്കിൽ 1 അവറിൽ മാപ്പിംഗ് ചെയ്യണം. അതേപോലെ 15 മിനിറ്റിൽ വരയ്ക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ മാപ്പിംഗ് ചെയ്യണം. 4 അവറിൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ആ ഓർഡർ ബ്ലോക്ക് നമുക്ക് 1 അവറിലോ 15 മിനിറ്റിലൊക്കെ റിഫൈൻ ചെയ്യാം. ആ ഒരു സോണിൻ്റെ അകത്തുനിന്ന് ട്രേഡ് എടുക്കാം. പക്ഷേ പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് മാപ്പിംഗ് ചെയ്ത അതേ ടൈം ഫ്രെയിമിലാണ് വരയ്ക്കുക. ഏതിലാണ് മാപ്പിംഗ് ചെയ്യുന്ന ആ ടൈം ഫ്രെയിമിൽ വേണം പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരച്ചു നോക്കാൻ. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ മൾട്ടിപ്പിൾ വിൻഡോസിൽ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസിനെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ വിൻഡോസിലും ഒരു ഹയർ ലോ ഇതൊക്കെ മാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് സോണ് പ്രീമിയം സോണ് വരയ്ക്കുന്ന സമയത്ത് എല്ലാം വ്യത്യാസമായിരിക്കും. ആ ഇന്റേണൽ സ്ട്രക്ചറിൽ വരയ്ക്കുമ്പോൾ അതിനകത്ത് വരയ്ക്കുന്ന പ്രീമിയം ഡിസ്കൗണ്ട് സോണിൻ്റെ ഏരിയ ഒക്കെ വേറെ ആയിരിക്കുമല്ലോ. ഏത് ടൈം ഫ്രെയിമിലാണ് മാപ്പിംഗ് ചെയ്യുന്നത് ആ ടൈം ഫ്രെയിമിലാണ് ഇത് വരയ്ക്കേണ്ടത്. 1 അവറിൽ മാപ്പ് ചെയ്താൽ 1 അവറിലും ഇത് വരയ്ക്കാം. വാലിഡ് ഹൈന്ന് ഹയർ ലോയിലേക്ക് വരയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റിലാണെങ്കിൽ 15 മിനിറ്റിലും നിങ്ങൾക്ക് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കാം. ഞാനേത് ചാർട്ടിൽ പറയാം. വോയിസ് ഒന്നും ഇല്ലല്ലോ, വോയിസ് കേൾക്കുന്നില്ലല്ലോ. ഞാൻ സംസാരിക്കുന്നില്ല. ഒരു മിനിറ്റ്.
ഓക്കെ, ഇവിടെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം മാർക്കറ്റ് എങ്ങനെ പോകുന്നു. ഓക്കെ, ഇതിപ്പോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. ഇവിടുന്ന് ഇവിടെ വരയ്ക്കും മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡൗൺ ട്രെൻഡിലാണ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റ്. ഇവിടെ നിന്ന് അത് അപ്പ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് മാപ്പിംഗ് ചെയ്യുമ്പോഴും എപ്പോഴും ഇതുപോലൊരു ലോവസ്റ്റ് പോയിന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹയസ്റ്റ് പോയിന്റിൽ നിന്നോ മാപ്പിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കുറേ ക്ലാരിറ്റി കിട്ടും. എല്ലാവരും മാർക്ക് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. റാൻഡമായിട്ട് എവിടുന്നെങ്കിലും വെച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ഒരു ലോവസ്റ്റ് പോയിന്റാണ്. ഈ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു. ഇതിൻ്റെ ഈ ഒരു പോയിന്റ് ഈ ഒരു ഇത് ബ്രേക്ക് ആവുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കും. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടം വരെയുള്ള മാപ്പിംഗ് എന്താണ് കറക്റ്റ് ലോവർ ഹൈ ഏതാണെന്ന് എനിക്ക് അറിയില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു ഇവിടെ. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് ക്യാരക്ടർ എപ്പോഴാണ് കൺഫേം ആവുന്ന? ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടി, ഹയർ ഹൈ കിട്ടി, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി, ഹയർ ലോ കൺഫേം ആവുമ്പോൾ. ഓക്കെ, ഇപ്പോൾ പ്രസൻ്റ്ലി ഹൈ ഇതാണ്. ഇതിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് ഏതാ? ഈ ഒരു പോയിൻ്റാണ് ഇൻഡ്യൂസ്മെൻറ്റ്. ഏതൊരു ക്യാൻഡിലാണോ അതിൻ്റെ തൊട്ട് മുന്നിലത്തെ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി മുഴുവനായി എടുത്തിട്ടുള്ള ലാസ്റ്റ് പുൾ ബാക്ക് എന്നും പറയാം. ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ, ഈ ഇൻഡ്യൂസ്മെൻറ്റ് കൺഫേം ആവണമെങ്കിൽ ഇനി വരുന്ന മൂവ് ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കണം. നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് മാറി, ഹൈ മാറി, ഇതായി ഹൈ. ഇതിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് ഇതാണ്. ഈ ഒരു പോയിന്റിൻ്റെ ഇതാണ് പോയിന്റെങ്കിൽ ഇതാണ് ഇൻഡ്യൂസ്മെൻറ്റ്. ഇപ്പോൾ അതും കഴിഞ്ഞ് ഹൈ, പുതിയൊരു ഹൈ കൂടെ കിട്ടി. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹൈ. ഇതാണ് ഇതിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് ഏതാ വരിക? ഇതാണ് വരിക. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു. ഹയർ ഹൈയുടെ കൺഫേം ആയി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലോ ഏതാ? ലാസ്റ്റ് ഒരു ലോവർ ലോ ആണെങ്കിൽ ഇതൊരു ലോവർ ലോ ആണ്. ഇവിടെ നിന്നാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്തത്. ലോവർ ലോ, ഇങ്ങനെ ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇതൊരു വാലിഡ് ലോവർ ലോ ആണ്. ഓക്കെ, വാലിഡ് ലോവർ ലോ ആണ്. അപ്പോൾ നമ്മൾ ഇനി ഹൈ കൺഫേം ആയി, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിയില്ല. ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺഫേം ആവുന്ന കേസ് ഇവിടെ നോക്കുന്നില്ല. ഞാനിപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് മാത്രമാണ് ക്ലാരിറ്റി തരാൻ നോക്കുന്നത്. ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ എവിടെയാണ് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കുക? ഇതാണ് നമ്മുടെ വാലിഡ് ലോവർ ലോ. ഓക്കെ, ഈ ലോവർ ലോയിൽ നിന്ന് ലോവർ ഹൈയിലേക്ക് പ്രീമിയം ഡിസ്കൗണ്ട്, ഹയർ ഹൈയിലേക്ക് ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് കൺഫേം ആയ ഹയർ ഹൈയിലേക്ക് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കുകയാണ്. ഇതിൻ്റെ താഴെ വരുന്ന ഓർഡർ ബ്ലോക്ക് മാത്രമാണ് നമ്മൾ വാലിഡായി കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ റാൻഡമായിട്ട് ഞാൻ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒരു ഓർഡർ ബ്ലോക്ക് ആകും. ഇതൊക്കെ ഓർഡർ ബ്ലോക്കുകളാണ്. ഓക്കെ, ഈ മൂന്നെണ്ണവും ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്യാം. ഓർഡർ ബ്ലോക്കിൻ്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ഇനി സെഷൻ വരുവേ. ഓക്കെ, ഇനി പ്ലേ ചെയ്യാം.
മാർക്കറ്റ് ഭയങ്കര സ്ലോ ആണ്, അതാ ഇങ്ങനെ. കണ്ടോ മാർക്കറ്റ് എന്താ ചെയ്ത ഡിസ്കൗണ്ട് സോണിൽ വന്ന് നമ്മൾ മാർക്ക് ചെയ്ത ഈ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തില്ല, ഇതേ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് പോയി. അപ്പോൾ നമ്മൾ എവിടുന്നായിരിക്കും എൻട്രി എടുക്കുക? ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടിയിട്ടുള്ള എൻട്രിയാണ്, ഡയറക്റ്റ് എൻട്രി അല്ല. ഇവിടുന്ന് എൻട്രി എടുത്ത് നമ്മൾ ടാർഗറ്റ് എവിടെ വയ്ക്കും? ഈ ഹൈ വരെ വയ്ക്കും. ഇത്രയും സമയം എടുത്തു ടാർഗറ്റ് അടിക്കാൻ. ഇപ്പോഴാണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിയത്. ഇപ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആവുന്നത്. സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി. ഇത് കളയാവേ. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് എന്തായി? ഹയർ ലോ. മനസ്സിലായോ? പ്രീമിയം ഡിസ്കൗണ്ട് സോൺ എന്താ ഉദ്ദേശിക്കുന്ന പ്രീമിയം ഡിസ്കൗണ്ട് സോൺ ഉണ്ടെന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. പക്ഷെ താഴത്തെ ഓർഡർ ബ്ലോക്കിനെ എടുക്കാൻ വേണ്ടി വീണ്ടും വരില്ല. ഇല്ല, അത് ഇനി പോകെ പോകെ ക്ലാസ്സിൽ പറയാം. അതിന് ഈ ലിക്വിഡിറ്റി എന്നുള്ള ഒരു ഒരു ടോപ്പിക് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലിക്വിഡിറ്റി ഉണ്ടെങ്കിലേ മാർക്കറ്റ് വരുള്ളൂ. ഇവിടെ പെൻഡിങ് ലിക്വിഡിറ്റി ഇല്ല, അതുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വരാഞ്ഞത്. അത് ഇനി പോകെ പോകെയുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത സെഷനിൽ തന്നെ സാർ അത് ക്ലിയർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഈ പ്രീമിയം സോണില് കുറെ FPG കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണോ അതൊക്കെ അടുത്ത സെക്ഷനിൽ വരുന്ന കാര്യമാണ്. നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ നിൽക്കല്ലേ. എന്നുവെച്ചാൽ ഇതിപ്പോൾ പ്രീമിയം ഡിസ്കൗണ്ട് സോൺ മാത്രം അടുത്തൊരാഴ്ച മാപ്പിംഗ് എന്തായാലും പ്രാക്ടീസ് ചെയ്താണല്ലോ ഒരാഴ്ച. ഇനി പ്രീമിയം ഡിസ്കൗണ്ട് സോൺ മാത്രം ഇതുപോലെ ഡേ ടൈം ഫ്രെയിമിൽ പോവുക. ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കും ഡേ ടൈം ഫ്രെയിമിൽ റീപ്ലേ വർക്കാവും. എന്നിട്ട് ഡേ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇങ്ങനെ ഓരോ മാപ്പിംഗ് ചെയ്ത് കറക്റ്റായിട്ട് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരച്ച് അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിപ്പോൾ ഡിസ്കൗണ്ട് സോണിൽ വരാതെ മാർക്കറ്റ് ഇവിടുന്ന് പോകാനും മതി. എപ്പോഴും മാർക്കറ്റ് നമ്മൾ വിചാരിക്കും പോലെ വർക്കാവണമെന്നില്ല. പക്ഷെ മെജോറിറ്റി ഓഫ് ദ കേസ് മാർക്കറ്റ് ഇങ്ങനെയാണ് മൂവ് ആവുക. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ ചേച്ചി, ഒരു ഡൗട്ട് ഉണ്ടോ? ആ ഇത് മറ്റേ ഈ POI എന്ന് പറയല്ലേ, അത് സംഭവം എന്താണ്? അത് ഹോബി ആണോ? എല്ലാം ഓരോ ടേംസ് ആണ്. ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് തന്നെയാണ് ഈ ഡിമാൻഡ് സപ്ലൈ സോൺ എന്ന് പറയുന്നത്. സപ്ലൈ സോൺ എന്ന് പറയുന്ന അതും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എല്ലാം ഓരോ സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കുന്ന ഓരോ ടേംസാണ്. ശരി ശരി സാർ. അപ്പം POI എന്ന് പറയാം, അതാണ് പോയിന്റ് ഡൗട്ട്. ഓഫ് ഇൻട്രസ്റ്റ്. അത് സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ സാർ യൂസ് ചെയ്യുന്ന ടേംസ് സാർ അധികം പറയും. അപ്പം OBയും ഈ POI ഒക്കെ സെയിം ആണ്? ശരി ശരി. ഇനിയിപ്പോൾ ഇത് ഒന്ന് കുറച്ച് അങ്ങോട്ടേക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ യൂറോ USD ഭയങ്കര സ്ലോ ആണ്. ഇതിനി റീപ്ലേ ചെയ്യണോ? മനസ്സിലായോ? ഇനി ഡൗട്ട് ക്ലിയർ ചെയ്താൽ മതിയോ? ഹലോ ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഇത്ര മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ ഇനി ചാർട്ടിൽ ഇതുപോലെ ഡേ ടൈം ഫ്രെയിം എടുക്കുക, റീപ്ലേ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക. പ്രീമിയം ഡിസ്കൗണ്ട് സോൺ വരയ്ക്കുക, എന്നിട്ട് അത് വർക്ക് ആവുന്നുണ്ടോ നോക്കുക. ഇതിലൊരു സംശയം, ഡേ ടൈമില് ഫ്രീ റീപ്ലേ ഫ്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണിക്കോ? റീപ്ലേ ഫ്രീ എടുക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? ഒരിക്കലും കൂടെ ചോദിക്കുക. സനു അല്ലേ ഇത്?
അത് തന്നെ. ഈ ഡേ ടൈമില് റീപ്ലേ ബാർ ഫ്രീ എന്ന് പറഞ്ഞില്ലേ? ആ ഇത് എന്റെ ഇത് ഫ്രീ അല്ല, എന്റെ സാധാരണമാണ് ട്രേഡിംഗ്. നമ്മൾ എങ്ങനെയാണ് റീപ്ലേ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതില്? ആ എനിക്കിപ്പോ ആ ഒരു റീപ്ലേ റെക്കോർഡിന്റെ ഓപ്ഷൻ്റെ അടുത്താണ് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മിനിമൈസ് ചെയ്യേണ്ടി വരുന്നത്. ആ ഇവിടെ ഡേ ടൈം ഫ്രെയിമിൽ പോവുക, ഒരു ചാർട്ട് എടുക്കുക, ഡേ ടൈം ഫ്രെയിമിൽ പോവുക. ഞാനിപ്പോൾ ഡേ ടൈം ഫ്രെയിമിലാണ് ഉള്ളത്. ഇതിന്റെ മുകളിൽ കണ്ടോ റീപ്ലേ കാണുന്നുണ്ടോ? ഓക്കെ. ഈ കാണുന്നുണ്ട് റീപ്ലേ കാണുന്നു. സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇതിപ്പോൾ അപ്പ് ട്രെൻഡ് ആണ്, ഇതൊരു ഹയസ്റ്റ് പോയിന്റ്. ഏതെങ്കിലും ഒരു ലോവസ്റ്റ് പോയിന്റിൽ നിന്നോ ഹയസ്റ്റ് പോയിന്റിൽ നിന്നോ മാത്രം മാർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഒരു ഹയസ്റ്റ് പോയിന്റ് ആണ്. ഞാൻ ഇവിടുന്ന് താങ്ക് കട്ട് യു. ചെയ്തു. ഇനി ഇവിടുന്ന് തുടങ്ങാം. ഇത് ഇവിടെ താഴെ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിവിടെ 5x സ്പീഡ് വേണോ, 3 വേണോ? 1 എന്നൊക്കെ പറയുമ്പോൾ സ്ലോ ആണ്, നമ്മൾ ഒത്തിരി കാത്തിരിക്കേണ്ടി വരും. 3 ഒക്കെ നോർമലാണ്. കണ്ടോ? മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് അത്ര എളുപ്പമല്ല.